കോഴി ചുമ്മാ ഒക്കെ കാണാതെ ഇതാരെ വെളുപ്പാൻ കാലത്ത് തന്നെ ആ മാമനാണല്ലോ. ഹലോ മിസ്റ്റർ മാമൻ, എന്താ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ കുറെ കഥയല്ലോ കണ്ടിട്ട്. നാട്ടുകാർക്ക് പണി കൊടുത്ത് കഴിഞ്ഞ ദിവസം തല്ലി ആശുപത്രിയിലാക്കിന്നൊക്കെ കേട്ടായിരുന്നു. ഓ അതൊന്നും പറയണ്ട. നമ്മുടെ നാട്ടിലൊരു പയ്യൻ കോഴിക്കോട് ഭാഗത്ത് പോയി ഒരു പെണ്ണ് കണ്ടായിരുന്നു. ആ പെണ്ണിൻ്റെ വീട്ടുകാർ പയ്യനെ പറ്റി അന്വേഷിക്കാൻ വന്നാണ് എൻ്റെ മുമ്പിലും. എനിക്കറിയാവുന്ന പോലെ എല്ലാം പറഞ്ഞു. എന്നിട്ടെന്താ ആ കല്യാണം മുടങ്ങി. അതിനാ ചെറുക്കനും വീട്ടുകാരും വന്നിട്ട് ചെറുതായിട്ടൊന്നും തല്ലി. ഞാൻ പിന്നെ കളരിപ്പറ്റായതുകൊണ്ട് ഒറ്റയടി മേടിച്ചുകൊണ്ടില്ല. ഓഹോ, എന്നിട്ടായിരിക്കും കാലൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് കിടന്നത്. അത് പിന്നെ ഞാൻ കളരിച്ചോട് വെച്ചപ്പോ കാല് തെറ്റു വീണു. അപ്പൊ സംഭവിച്ചതാ. വിശ്വസിച്ചു. അല്ല, ഉണ്ണിമോളും പിള്ളേരും എന്തി? അമ്മയും ദേവിച്ചേച്ചിയും പറമ്പര ദേവമോളെ അവിടെ ഉണ്ട്. അയ്യോ, അതവളൊരു ഓൺലൈൻ ആപ്പ് വഴി ഡാൻസ് പഠിക്കുക. ആ പിന്നെ ആ ഉണ്ണിമോളും ദൈവം വരുന്നതിന് മുമ്പ് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനായിട്ട്. എന്നോട്? ആ, ഞാൻ നിന്നെ ഒന്ന് രഹസ്യമായിട്ട് കാണാൻ വന്നതാ. എന്നെ കാണാനോ? അതെന്നത്തിന്? നാളെ ഏപ്രിൽ 1 എനിക്ക് നിന്റെ ഒരു സഹായം വേണം. 1 എന്ത് സഹായം? വല്ല കുപ്പി ഒപ്പിക്കാനാണെങ്കിൽ സോറി, എനിക്ക് പറ്റത്തില്ല. ഓ അതൊന്നും അല്ലടി, നാളെ ഏപ്രിൽ ഫൂൾ അല്ലേ, അവർക്കിട്ട് ചെറിയൊരു പണി കൊടുക്കാനാ. എന്തിനാണെന്നോ, കഴിഞ്ഞ തവണ ഏപ്രിൽ ഫൂള് അവരെന്നെ പറ്റിച്ചതിന് ഓർമ്മയില്ലേ? അമ്മേനെ കാണാനില്ലെന്ന് പറഞ്ഞ് രാവിലെ 4 മണിക്ക് എന്നെ വിളിച്ചു. എന്നിട്ട് ഞാൻ കിടക്കപ്പായ നോടി ഇവിടെ വന്നപ്പോ ഏപ്രിൽ ഫൂൾ. അതൊക്കെ ഒരു രസമല്ലേ മാമ? ആണ്. അതുപോലെ ഞാനും ഒന്ന് രസിക്കട്ടെ. നീ ഒന്ന് കൂടെ നിന്ന് തന്നാ മതി. കൂടെ നിന്നാൽ 1 കിലോ ചിക്കൻ ഫ്രൈ നിനക്ക് ഞാൻ വാങ്ങി തരും. ഉറപ്പാണേ? ഉറുപ്പിന്റെ ഉറപ്പ്. എന്നാ ഓക്കെ. അപ്പൊ പ്ലാൻ എന്താന്ന് വെച്ചാ, രാവിലെ ഉണ്ണിമോളിരിക്കുന്ന സമയം എത്ര? അതങ്ങനെ കറക്റ്റ് സമയമൊന്നുമില്ല. ഞാൻ രാവിലെ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി കുരയ്ക്കുന്ന ഒച്ച കേട്ടിട്ടാ അമ്മ എണീക്കാറ്. ആ സൂപ്പർ. അപ്പൊ സംഗതി എളുപ്പമായി. നീ നാളെ രാവിലെ 5 മണിക്ക് കുരയ്ക്കണം. ഓക്കെ, അങ്ങനെ കുരച്ചാൽ അവൾ എണീക്കും. ആ സമയത്ത് പുറത്തിറങ്ങുന്ന അവൾ ഒരു പ്രേതത്തിനെ കാണും. അത് കണ്ടവൾ നിലവിളിക്കുന്നത് കേട്ട് പിള്ളേര് എണീറ്റ് വരും. അവർ പ്രേതത്തിനെ കണ്ട് പേടിച്ച് നിലവിളിക്കുമ്പോൾ ഞാൻ ഏപ്രിൽ ഫൂൾ എന്ന് പറഞ്ഞ് ചാടി വീഴും. അത് കണ്ടവൾ ചമ്മ. കാഞ്ഞ ബുദ്ധി തന്നെ. ഇതൊക്കെ നടക്കും. ഞാനത് നടത്തും. എന്തായാലും നോക്കാം. നടന്ന് ഞാനടി പ്രേതമൊന്നുമല്ല. മാമനായിരുന്നു. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നിട്ട് വേണ്ട ഞെട്ടിപ്പോയി. നേരെ 5 മണിയായി. നീ പണി തുടങ്ങിക്കോ. നേരം വെളുത്ത എല്ലാം ചീറ്റിപ്പോവും. ശരി. ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം. നീ കട്ടയ്ക്ക് കൂടെ നിൽക്കണം. അത് ഞാൻ ഏറ്റു. വീട്ടുകാരെ ഓടിയേ, എനിക്ക് അപ്പസിൽ പോണേ. വീട്ടുകാരെ ഓടിയേ, എനിക്ക് അപ്പസിൽ പോണേ. വരുന്നടി, നീ ഒച്ച വെച്ച് നാട്ടുകാരെയും കൂടെ എണീപ്പിക്കണ്ട. ഭഗവാനെ, പണി പാളിയോ? അയ്യോ, ആരെങ്കിലും ഓടി വരണേ. അമ്മ പ്രേതത്തിനെ കണ്ട് വീണേ. അമ്മ ബോധം കിട്ടു പോയെന്ന് തോന്നുന്നു. പ്രേതത്തിനെ കണ്ട് പേടിച്ചിട്ട്. ആ മാവിന്റെ മറവിൽ ഇരിപ്പുണ്ട്. മാവിന്റെ മറവിലോ? അയ്യേ, പറ്റിച്ചേ. മാമാ, നിങ്ങളോ?
അതെ, പാവം പേടിച്ച് ബോധം പോയി. മാമൻ നല്ല പണിയാ കാണിച്ചേ. പാവ അമ്മ. അമ്മ എണീക്ക്, മാമൻ പ്രാങ്ക് വന്നതാ, ഏപ്രിൽ ഫൂള്. എണീക്കമ്മ. അമ്മ അമ്മ എന്താ എണീക്കുന്നില്ലേ? എന്നാ പഴുസൊന്ന് നോക്കിക്കേ. അയ്യോ, എന്താ എന്താ ചേച്ചി? പഴുസില്ല. Oh my God! എടാ കാലമടാ, നീ എന്റെ അമ്മയെ കൊന്നോ? ഞാനോ? ഞാൻ ആരെങ്കിലും ആംബുലൻസ് വിളിക്കേ. ഞാൻ ഫോൺ എടുത്തിട്ട് വരാം. അതിനു മുമ്പ് പോലീസിനെ വിളി. ഈ കൊലപാതകയെ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ. അയ്യോ, ഞാൻ ഏപ്രിൽ ഫുൾ ആക്കിയതാ, മനഃപൂർവ്വമല്ല. അയ്യോ എന്റെ അയ്യത്തി. അയ്യോ, എന്റെ അമ്മേനെ മാമ കൊന്നേ. എടാ കൊലപാതകി മാമ, ചേച്ചി വിളിക്ക് പോലീസിനെ. അയ്യോ, പോലീസിനെ വിളിക്കരുത്, നമുക്ക് ആദ്യം ആശുപത്രി പോവാ. വേണ്ട, ആദ്യം മാമനെ പോലീസിന് പിടിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോകുള്ളൂ. ഫോൺ. ഹലോ, പോലീസ് സ്റ്റേഷൻ. മക്കളെ, എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കല്ലേ, ഞാൻ അറിയാതെ ചെയ്തതാ. അനിയത്തി, എന്നോട് ക്ഷമിക്കണം അനിയത്തി, എന്റെ അനിയത്തി മരിച്ചേ. ക്ഷമിച്ചിരിക്കുന്നു ചേട്ടാ. അയ്യോ, പ്രേതമല്ല ചേട്ടാ, ഏപ്രിൽ ഫൂൾ. ആ, അപ്പൊ നിങ്ങളെല്ലാം കൂടെ എനിക്കിട്ട് പണി തന്നാണല്ലേ? അല്ല, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്റെ പ്ലാൻ? എങ്ങനെ ആയിരിക്കും? ഓ, എടിച്ചതിയത്തി, നിനക്ക് ഞാൻ തരാട്ടോ. നിങ്ങൾ എന്ത് കരുതി 1 കിലോ ചിക്കൻ ഫ്രൈ തന്നാ ഞാൻ എന്റെ വീട്ടുകാരെ പറ്റിക്കാൻ കൂട്ടു നിൽക്കുന്നു? ആ, നിങ്ങളൊക്കെ ഒരു ടീമാണല്ലേ. ഞാൻ പോണ്, പാടത്ത് വെള്ളം തിരിച്ചുവിടാണ്ട്. അപ്പൊ പോവണം. മമ്മ ചായ കുടിച്ചിട്ട് വാ. എന്റെ പട്ടിക്ക് വേണം എന്റെ ചായ. മാമൂലി, അടുത്ത ഏപ്രിൽ ഫുള്ളും വരണേ. ഓടി, പിത്തക്കാളി. എവിടെ അവിടെ? ഓഹോ, അത് ശരി. അപ്പൊ നിങ്ങൾ എന്നെയും ഫുള്ളാക്കിയതാണല്ലേ? അല്ലാതെ ചിരിക്കണ്ട, ഇനിയും വരുമല്ലോ ഏപ്രിൽ ഫുള്ള്. അന്ന് കാണാം. അപ്പൊ എല്ലാവരും യെല്ലോ ക്ലാസിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്.